ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആദ്യമായി എന്നെയും എൻ്റെ കുടുംബത്തെയും പരിശുദ്ധ അമ്മ മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കിയതിനും ഇവിടെ വന്ന അമ്മ മാതാവ് പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താരയിൽ വന്ന് നിന്ന് സാക്ഷ്യം പറയാൻ കൃപ തന്നതിനും ഈശോയ്ക്ക് അമ്മ മാതാവിന് അതിന് നന്ദി പറയുന്നു. എൻ്റെ പേര് ജസ്ന തോമസ്. ഞാൻ വരുന്നത് തൃശ്ശൂർ ജില്ലയിൽ നിന്ന് ഇരിങ്ങാലക്കുട രൂപത അസംഷൻ ചർച്ച് മുപ്ലിയം ഇടവകയിൽ നിന്നുമാണ്. ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് 2024 നവംബർ 23 അതിനു മുന്നേ ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴത്തേനും ഇതെൻ്റെ അപ്പച്ചൻ തോമസ്, അമ്മ ആനീസ് തോമസ്, ഇവർ രണ്ടുപേരും ജോയിൻ്റ് ആയിട്ട് എനിക്ക് വേണ്ടി ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു. എൻ്റെ 10ാം ക്ലാസ്സിൽ ഫുൾ A+ ലഭിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അതേപോലെ തന്നെ എനിക്ക് ഫുൾ A+ ലഭിച്ചു ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ +2 കഴിഞ്ഞ് ഞാൻ ജർമ്മൻ പഠിക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്തു. ജർമ്മൻ പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് A1, A2, B1, B2 എല്ലാം ഞാൻ നന്നായി പഠിച്ചു പോകുന്നുണ്ടായിരുന്നു. പക്ഷേ ഏതൊരു ജർമ്മൻ സ്റ്റുഡൻറ്റും ഫേസ് ചെയ്യുന്ന പ്രശ്നമാണ് സ്പീക്കിങ്. എനിക്കും അതേപോലെ തന്നെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇതെന്നെ കൊണ്ട് ഒറ്റയ്ക്ക് പറ്റില്ല എന്ന് മനസ്സിലായപ്പോഴാണ് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത്. അങ്ങനെ B2 എക്സാമിന് ഞാൻ ഡേറ്റ് എടുത്തു കഴിഞ്ഞ സമയത്ത് സ്പീക്കിങ് ഞാൻ എൻ്റെ എക്സാമിൻ്റെ ഡേറ്റിൻ്റെ അന്ന് ഒരു ചൊവ്വാഴ്ചയായിരുന്നു. ഇവിടെ ഉടമ്പടി ധ്യാനം നടക്കുന്നൊരു ദിവസമായിരുന്നു. അങ്ങനെ ഞാൻ എക്സാം അറ്റൻഡ് ചെയ്തു. എനിക്ക് സ്പീക്കിങ്ങിൻ്റെ ആ സമയത്ത് എനിക്കൊരു ത്രോട്ടിലൊരു സ്ക്രാച്ച്ഡ് വോയിസ് ആയിരുന്നു. അപ്പോൾ എനിക്ക് പേടിയായിരുന്നു, സംസാരിക്കാൻ പറ്റുമോ എന്നുള്ള പേടിയുണ്ടായിരുന്നു. പക്ഷേ ഞാൻ എൻ്റെ എക്സാം അറ്റൻഡ് ചെയ്യാൻ പോകുന്നതിന് മുൻപ് അമ്മ മാതാവിൻ്റെ തേനും തൈലം നെറ്റിയിൽ പൂശി തേൻ കഴിച്ച് ഉപ്പ് കഴിച്ച് വിശ്വാസ പ്രമാണത്തോട് കൂടിയിട്ടാണ് ഞാൻ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ പോലും ബാക്കിയുള്ള സ്റ്റുഡൻസ് പഠിക്കുമ്പോൾ ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലിയാണ് ഞാൻ യാത്ര ചെയ്തത്. അങ്ങനെ ഞാൻ എക്സാം അറ്റൻഡ് ചെയ്തു. എനിക്ക് ബുദ്ധിമുട്ടായിരുന്ന സ്പീക്കിങ് എനിക്ക് വളരെയധികം എളുപ്പമായിരുന്നു. അതേപോലെ തന്നെ സ്ക്രാച്ച്ഡ് ആയിട്ടുള്ള വോയിസ് ഞാൻ സംസാരിക്കാൻ തുടങ്ങിയപ്പോഴത്തേനും ക്ലിയർ ആയിട്ടുള്ളൊരു വോയിസ് ആവാണ് ചെയ്തത്. അത് അമ്മ മാതാവിൻ്റെ വലിയൊരു സാന്നിധ്യം എനിക്കവിടെ അനുഭവപ്പെട്ടിരുന്നു. ടെൻഷൻ ഫ്രീ ആയിട്ടാണ് ഞാൻ സംസാരിച്ചത്. അങ്ങനെ എക്സാം കഴിഞ്ഞു. 1 മാസം കഴിഞ്ഞപ്പോഴത്തേനും എനിക്ക് റിസൾട്ട് വന്നപ്പം ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാതെ ബുദ്ധിമുട്ടായിരുന്ന സ്പീക്കിംഗ് എക്സാം ഞാൻ പാസ്സായി. എനിക്ക് എളുപ്പമായിരുന്ന റൈറ്റിങ്, റീഡിങ്, ലിസണിങ് ഞാൻ 1 മാർക്കിന് ഫെയിലായി പോയി. അപ്പം എന്നെ സംബന്ധിച്ച് ഞാൻ ഈ ഉടമ്പടിയിൽ വന്നപ്പോഴത്തേനുമാണ് പ്രാർത്ഥിക്കാൻ തുടങ്ങിയത്. ഞാൻ ഉടമ്പടി എടുത്തതിന് ശേഷം എൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ ഞാൻ പറയും, ഞാൻ കൃപാസനത്തിൽ പോയി ഉടമ്പടി എടുത്തിട്ടുണ്ട്, നിങ്ങളും പോയി ഉടമ്പടിക്ക്. കാരണം എനിക്ക് സ്വപ്നത്തിൽ അമ്മ മാതാവിൻ്റെ ഒരുപാട് പ്രസൻസ് എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട്. ഞാൻ ഒരു ദിവസം 3 മണിക്ക് എണീറ്റ് പ്രാർത്ഥിക്കുന്ന സമയത്ത് അമ്മ മാതാവിൻ്റെ മുല്ലപ്പൂവിൻ്റെ മണം എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. എനിക്കധികം ഇങ്ങനെ പ്രാർത്ഥിക്കാനൊന്നും അറിയില്ല. ഞാൻ അമ്മ മാതാവിനോട് ഒന്നേ പറഞ്ഞിട്ടുള്ളൂ, മാതാവേ ഇത് നിന്നോട് ചോദിച്ച് ഞാൻ പ്രാർത്ഥിച്ചെടുത്തൊരു തീരുമാനമാണ് എൻ്റെ ഫാമിലിയുടെ കൂടെ. എനിക്ക് ഇത് നടക്കണം, എനിക്ക് ജർമ്മനിയിൽ പോകണം, എനിക്കവിടെ നഴ്സിംഗ് പഠിക്കണം, എന്നെ ഇവിടെ അമ്മ മാതാവിൻ്റെ പ്രത്യക്ഷപ്പെട്ട ആൾത്താരിൽ വന്ന് സാക്ഷ്യം പറയാനെ സഹായിക്കണം. ഇത് മാത്രം ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചിട്ടുള്ളൂ. അല്ലാതെ സാക്ഷ്യത്തിൽ പറയുന്ന മാതിരിയും മറ്റുള്ളവർ പ്രാർത്ഥിക്കുന്ന മാതിരിയൊന്നും എനിക്ക് പ്രാർത്ഥിക്കാൻ അറിയത്തില്ല. അങ്ങനെ ഞാനത് കഴിഞ്ഞ് ഡൗൺ ആയില്ല. വീണ്ടും ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കി തിരിച്ചു പോയി. ഞാൻ വീണ്ടും എൻ്റെ പ്രാർത്ഥന സ്ട്രോങ് ആക്കി. ഞാൻ ഡെയിലി 30 മിനിറ്റ് ഒന്നും ഞാൻ നോക്കത്തൊന്നുമില്ല. ഞാൻ ബൈബിൾ വായിക്കും, എനിക്ക് പറ്റാവുന്ന പോലെ ബൈബിൾ വായിക്കും, കൊന്ത ചൊല്ലും. ഞാൻ പ്രാർത്ഥിക്കുന്ന സമയത്ത് അമ്മ മാതാവിൻ്റെ കാശുരൂപം പിടിച്ചിട്ടാണ് ഞാൻ പ്രാർത്ഥിക്കുക. തൈലം പൂശി ഞാൻ പ്രാർത്ഥിക്കും. അത് പ്രാർത്ഥിക്കുന്ന സമയത്ത് എനിക്കൊരു വിശ്വാസമാണ്, എൻ്റെ അമ്മ മാതാവ് എൻ്റെ കൂടെയുണ്ട്, എന്നെക്കൊണ്ട് പറ്റും. ഓരോ കാര്യം ഞാൻ സംസാരിക്കുമ്പോഴും തൈലം പൂശി തേൻ കഴിച്ചിട്ടാണ് ഞാൻ സംസാരിക്കാറ്, സ്പീക്കിങ്ങൊക്കെ. അങ്ങനെ പഠിച്ചു കഴിഞ്ഞ് വീണ്ടും 2ാമത് എക്സാമിന് ഡേറ്റ് എടുത്തു. സെയിം പ്ലേസിൽ തന്നെയാണ് ഡേറ്റ് എടുത്തത്. അന്നേ ദിവസം എക്സാം ഹാളിൻ്റെ തൊട്ട് മുന്നുള്ള ഓഫീസിൽ സ്റ്റുഡൻസിനെയൊക്കെ കയറ്റിയിട്ട് അവർ പറഞ്ഞു, ഇവിടെ കൃപാസനത്തിൽ പോയിട്ട് ഒരുപാട് സ്റ്റുഡൻസ് ഇങ്ങനത്തെ നേർച്ച വസ്തുക്കളൊക്കെ കൊണ്ടുവന്ന് ഇടുന്നുണ്ട്, നിങ്ങൾ ആരെങ്കിലും നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അത് പുറത്തെടുത്തിട്ടിട്ട് ഉള്ളിലേക്ക് കയറിയാൽ മതി എന്ന് അവർ പറഞ്ഞു. പക്ഷെ ഞാൻ പോയത് എൻ്റെ ഉപ്പെടുത്തിട്ട് പേനയുടെ ടോപ്പിൻ്റെ ഉള്ളിലിട്ട് അടച്ചിട്ടാണ് ഞാൻ കൊണ്ടുപോയത്. കുറച്ചെടുത്ത് ജീൻസിലിട്ടിട്ട് കൊണ്ടുപോയി. അതിനുശേഷം അവരത് പറയുന്നതിന് മുമ്പ് തന്നെ ആ ഹാളിൽ ഞാൻ പോക്കറ്റിൽ നിന്ന് ഉപ്പെടുത്ത് ഫുള്ള് വെതറിയിട്ടാണ് ഞാൻ കയറിയത്. അങ്ങനെ എക്സാം അറ്റൻഡ് ചെയ്തു. അത്ഭുതം എന്ന് പറയട്ടെ, എനിക്ക് ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. ഞാൻ പഠിച്ച അതേ ക്വസ്റ്റ്യൻസ് തന്നെയാണ്, ഒരു തെറ്റുപോലും പറയാൻ എവിടെയുമില്ല. അതേ ക്വസ്റ്റ്യൻസ് തന്നെയാണ് എനിക്ക് വന്നത്. സത്യം പറഞ്ഞാൽ എക്സാം ഹാളിലിരുന്ന് ഞാൻ കരയാണ് ചെയ്തത്. കാരണം എൻ്റെ അമ്മ മാതാവ് എന്നെ എത്രയോ അധികം സ്നേഹിക്കുന്നത്. ഞാൻ ഒട്ടും പ്രാർത്ഥിക്കാത്തൊരു വ്യക്തിയായിരുന്നു. പക്ഷേ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം
അമ്മ മാതാവ് എന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്, എൻ്റെ ദൈവം എന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് എന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെ എക്സാം അറ്റൻഡ് ചെയ്ത് ഭയങ്കര സന്തോഷത്തോടു കൂടിയാണ് ഞാൻ പുറത്തേക്ക് ഇറങ്ങി വന്നത്. എൻ്റെ വീട്ടുകാർക്ക് ഒരുപാട് സന്തോഷമായി. കാരണം ഫസ്റ്റ് അറ്റംപ്റ്റ് എൻ്റെ ഒരു ഇൻടേക്ക് പോയി, രണ്ടാമത്തെ ഇൻടേക്കിനേക്കുള്ളതാണ്. അത് കഴിഞ്ഞ് ഹാപ്പിയായി ഞാൻ വന്നു. റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ പാസ്സായി. അങ്ങനെ അത് കഴിഞ്ഞ് ഒരു ഏജൻസിനെ കോൺടാക്റ്റ് ചെയ്തു. ഏജൻസിനെ കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും അവർ പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്തു. ഇൻ്റർവ്യൂ പ്രിപ്പറേഷൻ തന്നു. ഇൻ്റർവ്യൂ കഴിഞ്ഞു. 2 സെറ്റ് ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞു. പക്ഷേ എന്തോ അവിടെ വെച്ച് ഒരു മാർച്ച് ഇൻടേക്കിലേക്ക് നോക്കിയൊരു ഇൻ്റർവ്യൂ ആയിരുന്നു. ഒരു ജനുവരി മാസം ആയപ്പോഴത്തേനും അവരൊരു മീറ്റിംഗ് വെച്ചിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്ന അക്കോമഡേഷൻ ഇതുവരെ ശരിയായിട്ടില്ല, മാർച്ച് ഇൻടേക്കിലേക്ക് കുട്ടികളെ കൊണ്ടുപോകുന്ന കാര്യം വളരെ സംശയമാണ്, നിങ്ങൾ വേറെ ഏതെങ്കിലും ഏജൻസി നോക്കിക്കോളാൻ അവർ തുറന്നടിച്ചോളാൻ പറഞ്ഞു. ആ സമയത്ത് എനിക്ക് എന്താ ചെയ്യണം, എനിക്കെന്നല്ല എൻ്റെ പാരൻസിന് എന്താ ചെയ്യേണ്ടതെന്ന് ബ്ലാങ്ക് ആയൊരവസ്ഥയായിരുന്നു. പക്ഷെ എന്നാലും ഞാൻ ഡൗൺ ആയില്ല. ഞാൻ വീണ്ടും പ്രാർത്ഥിച്ചു, കണ്ടിന്യൂ ചെയ്തു. മാതാവേ, എനിക്ക് അവിടെ വന്ന് സാക്ഷ്യം പറയണം, ഇത് മാത്രം ഞാൻ പറയുന്നുണ്ടായിരുന്നുള്ളൂ. എനിക്ക് അവിടെ വന്ന് സാക്ഷ്യം പറയണം. എനിക്ക് മാതാവിൻ്റെ ഞാൻ ജപമാല ചൊല്ലുമ്പോൾ പോലും ഓരോ മണി കഴിയുമ്പോൾ ഞാൻ പറയുന്നത് അമ്മ മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കണം, അമ്മ മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കണം എന്ന് മാത്രം ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ആ ഏജൻസി ഞങ്ങൾ മാറി. അത് കഴിഞ്ഞ് വീണ്ടും പ്രാർത്ഥിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി ബൈബിളൊക്കെ എടുത്ത് വായിച്ചു കഴിഞ്ഞപ്പോഴത്തേനാണ് അമ്മയുടെ ഒരു കസിൻ ജർമ്മനിയിലുണ്ട്, പുള്ളിക്കാരീനെ കോൺടാക്റ്റ് ചെയ്ത് പുള്ളിക്കാരി ഒരു ഏജൻസിയുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് തന്നു. അങ്ങനെ അവരെ കോൺടാക്റ്റ് ചെയ്തപ്പോഴത്തേനും അവർ പറഞ്ഞു, എന്തായാലും മാർച്ച് ഇൻടേക്ക് ജസ്നക്കിന് പറ്റത്തില്ല, അപ്പോൾ ഓഗസ്റ്റ് അല്ലെങ്കിൽ സെപ്റ്റംബർ ഇൻടേക്ക് നമുക്ക് നോക്കാം, ഉറപ്പൊന്നുമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ വീണ്ടും ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു, അത് മാത്രമേ എനിക്ക് ആ സമയത്ത് പറ്റുന്നുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഒരു ഫെബ്രുവരി മാസമായപ്പോഴത്തേനും അവർ പറഞ്ഞു, ഓഗസ്റ്റ് ഇൻടേക്ക് ജസ്നനെ നോക്കുന്നില്ല, കാരണം അത് ജർമ്മനിയിൽ ഒരു ഏരിയയിലേക്കാണ് കൊണ്ടുപോകുന്നത്, സെപ്റ്റംബർ ഇൻടേക്കിലേക്ക് ജസ്നനെ നോക്കാം. അതുപോലെ തന്നെ ജസ്ന പോകാൻ പോകുന്ന ഹോസ്പിറ്റൽ ക്രിസ്ത്യൻസ് നടത്തുന്നൊരു ഹോസ്പിറ്റലാണ്, പള്ളികൾ 2-3 അടുത്തുണ്ട്. കാരണം ഇത് പറഞ്ഞപ്പോഴത്തേനും ഞാൻ ഉടമ്പടിയിൽ ഒരു കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ മറന്നുപോയൊരു കാര്യമാണ്. അമ്മ മാതാവേ, സാക്ഷ്യത്തിൽ പറയുന്ന പോലെ തന്നെ അമ്മ മാതാവേ, ഞാൻ പോകുന്ന സ്ഥലത്ത് എനിക്ക് എൻ്റെ പ്രാർത്ഥന മുടക്കാൻ പറ്റില്ല, എനിക്ക് പള്ളിയിൽ പോകണം, ഡെയിലി പറ്റിയില്ലെങ്കിൽ ഞായറാഴ്ചയെങ്കിലും ഒന്ന് പള്ളിയിൽ പോകണം, അതിന് പള്ളികൾ എനിക്ക് അടുത്ത് വേണം. ജീസസ് യൂത്തിൻ്റെ ആയാലും എങ്ങനെയായി കഴിഞ്ഞാലും എനിക്ക് എന്തെങ്കിലുമൊക്കെ വേണം പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട്. ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ മറന്നുപോയൊരു കാര്യം എനിക്ക് അമ്മ മാതാവ് അത് നടത്തി തന്നു. അങ്ങനെ കൊളോൺ എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് എനിക്ക് എൻ്റെ ഹോസ്പിറ്റൽ കിട്ടിയേക്കുന്നത്. പ്രോസസ്സിങ് കണ്ടിന്യൂ ചെയ്തു, ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു, അതും ഒരാഴ്ചയുള്ളിൽ പാസ്സായി. ശരിക്കും പറഞ്ഞാൽ ടൈം ഷോർട്ടനിങ് ഒക്കെ ഞാൻ ശരിക്കും പിന്നീടാണ് ഞാൻ മനസ്സിലാക്കിയത്. ഒരാഴ്ചയ്ക്കുള്ളിൽ ഇൻ്റർവ്യൂ കഴിഞ്ഞു, ഒരാഴ്ച കഴിഞ്ഞ് റിസൾട്ട് വന്നു, പാസ്സായി. പിന്നെ അത് കഴിഞ്ഞ് VFSൻ്റെ പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്തു. ജൂൺ 30 ഞാൻ ബാംഗ്ലൂർ VFS സബ്മിറ്റ് ചെയ്തു. 1 മാസം കഴിഞ്ഞപ്പോഴത്തേനും വിസ വന്നു. അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേനും എനിക്ക് അവർ ടിക്കറ്റും എടുത്ത് തന്നു. ഇതിൻ്റെ ഇടയിൽ ഒരു പ്രശ്നം പോലും ഞാൻ ഫേസ് ചെയ്തിട്ടില്ല. അത്രയും ടൈം ഷോർട്ടനിങ്ങിൽ അമ്മ മാതാവ് എനിക്ക് എല്ലാ കാര്യങ്ങളും നടത്തി തന്നു. അതുമാത്രമല്ല, ഞാൻ വിസയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന സമയത്ത് സ്വപ്നത്തിൽ പലപ്പോഴും അമ്മ മാതാവ് ഞാൻ സ്വപ്നം കാണുന്നത് ഞാനും എൻ്റെ ഫ്രണ്ട്സും ഫ്ലൈറ്റിൽ ട്രാവൽ ചെയ്യുന്നത്, അവിടെ ചെന്നിറങ്ങി ലഗേജുകളൊക്കെ എടുത്തു വയ്ക്കുന്നത്, അതൊക്കെയാണ് ഞാൻ സ്വപ്നം കാണുന്നത്. അപ്പോൾ എനിക്ക് മനസ്സിലായി മാതാവിൻ്റെ കൂടെയുണ്ട്, ഞാൻ ഒന്നുകൊണ്ടും പേടിക്കണ്ട. ഒരുപാട് പ്രസൻസ്, എനിക്ക് എങ്ങനെ അത് എക്സ്പ്രസ് ചെയ്യണമെന്ന് എനിക്കറിയില്ല. ശരിക്കും ഞാൻ ഫീൽ ചെയ്ത അമ്മ മാതാവിൻ്റെ പ്രസൻസ്. അങ്ങനെ ഞാൻ അടുത്ത മാസം സെപ്റ്റംബർ 28 ജർമ്മനി പോവാണ്. കൊളോൺ എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ്. എനിക്ക് വിസ ലഭിച്ചു, ടിക്കറ്റ് ഒരാഴ്ചയ്ക്ക് ലഭിച്ചു. അപ്പോൾ ടിക്കറ്റ് 1 മാസത്തിന് മുന്നേ ലഭിച്ചപ്പോൾ തന്നെ എൻ്റെ ഫ്രണ്ട്സൊക്കെ ചോദിച്ചു, ഇതെങ്ങനെയാണ് 1 മാസത്തിന് മുന്നൊക്കെ ടിക്കറ്റൊക്കെ കിട്ടുമോ? ഞാൻ അവരോട് ഒന്നേ പറഞ്ഞുള്ളൂ, ഞാൻ കൃപാസനത്തിൽ പോയി ഉടമ്പടി എടുത്തേക്കുന്നതാണ്, എൻ്റെ അമ്മ മാതാവാണ് എൻ്റെ കൂടെയുള്ളത്, നിങ്ങളും പോയി ഉടമ്പടി എടുക്കണം എന്ന് പറഞ്ഞു. ഞാൻ ഒരുപാട് പേര് എൻ്റെ ഫ്രണ്ട്സ് ഒരുപാട് സങ്കടങ്ങളൊക്കെ വന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാനിത് തന്നെ അവരോട് പറയാറുള്ളത്, നിങ്ങൾ ഉടമ്പടി എടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ വിചാരിക്കാത്ത മാറ്റങ്ങൾ തന്നെ സംഭവിക്കും. അങ്ങനെ എൻ്റെ വലിയൊരു സ്വപ്നം 2.5 വർഷമായിട്ട് 2 ഇൻടേക്കാണ് എനിക്ക് മിസ്സായത്. എന്നാലും സാരമില്ല, ഇപ്പോഴും പാസ്സാവാതെ നിൽക്കുന്ന ഒരുപാട് മക്കളുണ്ട്, എൻ്റെ ഫ്രണ്ട്സ് ഉണ്ട്. ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട്, 2 പേര് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ട്. അങ്ങനെ 2 വർഷത്തിന് ശേഷമായാലും അമ്മ മാതാവ് എനിക്കത് നടത്തി തന്നു. ഇതാണ് എൻ്റെ 1ാമത്തെ സാക്ഷ്യം. അടുത്തത് കാരുണ്യ പ്രവർത്തികളായിട്ട് ഞാൻ ചെയ്യുന്നത്, ഞാൻ പാലിയേറ്റീവ് കെയറിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. 1 മാസത്തോളം പാലിയേറ്റീവ് കെയറിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ എല്ലാ വീക്കും എവറി വീക്ക് പൊതിച്ചോറുകൾ കൊടുക്കും.
പിന്നെ എല്ലാ മാസത്തിലും ഞങ്ങൾ ദശാംശങ്ങളെ കൊണ്ട് പറ്റുന്ന ദശാംശം കൊടുക്കും. അതുമാതിരി തന്നെ എനിക്കതിൻ്റെ ഇടയിൽ ജർമ്മൻ പഠിപ്പിക്കാൻ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഒരു അവസരം കിട്ടി. എനിക്ക് കിട്ടുന്ന സാലറിയിൽ നിന്ന് ഞാനും എനിക്ക് പറ്റാവുന്ന മാതിരി ദശാംശം കൊടുക്കാനായിട്ട് തുടങ്ങി. പിന്നെ ആത്മീയമായിട്ട് എനിക്ക് വന്ന വളർച്ച, ഞാനിങ്ങനെ ബൈബിളൊന്നും വായിക്കത്തില്ലായിരുന്നു. ബൈബിൾ വായിക്കാൻ തുടങ്ങി. കിട്ടുന്ന അവസരങ്ങളൊക്കെ ബൈബിൾ വായിക്കും, സാക്ഷ്യങ്ങൾ കേൾക്കും, അത് ഷെയർ ചെയ്യും, സ്റ്റാറ്റസ് ഇടും, കൊന്ത ചൊല്ലും. അങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ എൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട്. എനിക്കൊന്ന് പറയാനുള്ളൂ, ഉടമ്പടി എടുക്കുക. എന്ത് പ്രശ്നം വന്നാലും ഉടമ്പടി എടുക്കുക. എനിക്ക് 20 വയസ്സാണ്. ഞാനിവിടെ പറയണമെന്നുണ്ടെങ്കിൽ നിങ്ങളെ വിശ്വസിക്കുക, ഉടമ്പടി എടുത്തു കഴിഞ്ഞാൽ മാതാവ് കൂടെ ഉണ്ടാവും, എല്ലാ കാര്യം ചെയ്തു തരും. ഒരു പ്രശ്നമില്ല. ഇച്ചിരി ടൈം ലാഗായി കഴിഞ്ഞ് കഴിഞ്ഞാലും മാതാവ് കൂടെ ഉണ്ടാവും. ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന അമ്മ മാതാവിനും ഈശോയ്ക്കും ഒരുപാട് നന്ദി. സങ്കീർത്തനങ്ങൾ 65-ാം അധ്യായം 4-ാം വാക്യം. അങ്ങയുടെ അങ്കണത്തിൽ വസിക്കാൻ അങ്ങ് തന്നെ തിരഞ്ഞെടുത്ത് കൊണ്ടുവരുന്നവർ ഭാഗ്യവാൻ. ഞങ്ങൾ അങ്ങയുടെ ആലയത്തിലെ വിശുദ്ധ മന്ദിരത്തിലെ നന്മ കൊണ്ട് സംതൃപ്തരാകും. പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ സാക്ഷിയായിട്ട് ജസ്ന തോമസ് തൃശ്ശൂർ തൻ്റെ അനുഭവസാക്ഷി നമുക്ക് മുമ്പിൽ പങ്കുവെക്കുകയായിരുന്നു. താൻ +2 ശേഷം ജർമ്മൻ പഠിക്കുവാനായിട്ട് പോവുകയും എന്നാൽ ഈ വിഷയം പഠിക്കുമ്പോൾ തന്നെ കൊണ്ട് ഒറ്റയ്ക്ക് മുമ്പോട്ട് പോകുവാൻ സാധിക്കുന്നുള്ള ബോധ്യത്തോടു കൂടിയാണ് ഉടമ്പടിയോട് ചേർന്നുകൊണ്ട് പ്രാർത്ഥിക്കുകയും മുമ്പോട്ട് പോവുകയും ചെയ്യുന്നത്. അതിനെ തുടർന്നാണെങ്കിലും എക്സാമൊക്കെ എഴുതുമ്പോഴത്തേക്കുമാണെങ്കിലും സ്പീക്കിങ്ങിലാണെങ്കിലും മറ്റു വിഷയങ്ങളിലൊക്കെ ആണെങ്കിലും താൻ പ്രതീക്ഷിക്കാത്ത രീതിയിൽ താൻ ഏതാണ് ബുദ്ധിമുട്ടാണ് വിചാരിച്ചത് അത് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ പാസ്സാകുവാനും ബുദ്ധിമുട്ടല്ലാത്തത് അത് ചില കാരണങ്ങളാൽ അത് ഫെയിലാകേണ്ട അവസ്ഥയൊക്കെ കടന്നു വരുന്നുണ്ട്. എന്നാൽ പൂർണ്ണമായിട്ടും പരിശുദ്ധ അമ്മയോട് ചേർന്നുകൊണ്ടാണ് തൻ്റെ സാക്ഷി നമുക്ക് മുമ്പിൽ പങ്കുവയ്ക്കുക ചെയ്യുന്നത്. അതിനെ തുടർന്നാണെങ്കിലും ഉറച്ചൊരു വിശ്വാസത്തോടു കൂടി മുമ്പോട്ട് പോകുമ്പോഴത്തേക്കും തൻ്റെ ഉടമ്പടിയൊക്കെ പുതുക്കുമ്പോഴാണെങ്കിൽ പോലും പൂർണ്ണമായിട്ടും പരിശുദ്ധ അമ്മയോട് ചേർന്നുകൊണ്ട് തൻ്റെ സാക്ഷ്യം നമുക്ക് പറയുന്നത് പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിൽക്കുക. അവനെല്ലാ കാര്യങ്ങളും ബുദ്ധിമുട്ടിൽ കടന്നു പോയാലും ആ കാര്യങ്ങൾ നടത്തി തരുന്നുള്ള ഉറച്ച വിശ്വാസത്തോടെയാണ് നമുക്ക് മുമ്പിൽ സാക്ഷ്യം പറയുക ചെയ്യുന്നത്. അതിനെ തുടർന്നാണെങ്കിലും പരീക്ഷയെല്ലാം കഴിഞ്ഞിട്ടാണെങ്കിലും അതിന് പോകേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴത് ഇൻ്റർവ്യൂവും കാര്യങ്ങളൊക്കെ കടന്നു പോകുമ്പോഴത്തേക്കുമാണെങ്കിലും അവിടെ ഏത് ഏജൻസിയാണോ തനിക്ക് വേണ്ട കാര്യങ്ങളൊക്കെ റിമൈൻ ചെയ്യേണ്ടത് അവരുടെ തന്നെ ഭാഗത്തു നിന്നൊരു പോരായ്മയെന്നോണം അവിടത്തേക്ക് പോകാനുള്ള അക്കോമഡേഷനൊക്കെ ശരിയാതെ വരികയും മറ്റൊരു ഏജൻസിയെ സമീപിക്കണം എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഒരു വലിയ പ്രതിസന്ധിയിലൂടെയും ബുദ്ധിമുട്ടിലൊക്കെയാണ് കടന്നു പോവുകയും ചെയ്യുന്നത്. അതോടൊപ്പം തന്നെയാണെങ്കിലും പ്രാർത്ഥനയോട് ഉറച്ച വിശ്വാസം മാതാവ് ഓരോ കാര്യങ്ങളും ക്രമീകരിച്ച് തരുമെന്ന ഉറച്ച വിശ്വാസം തന്നെ മുമ്പോട്ട് പോകുമ്പോഴത്തേക്കുമാണെങ്കിലും മറ്റൊരു വ്യക്തിയിലൂടെ ആണെങ്കിലും മറ്റൊരു സഹോദരങ്ങളിലൂടെ ജർമ്മനിയിലൂടെ മറ്റുള്ളവരെ പരിചയപ്പെടുകയും അവർ വഴി മറ്റൊരു ഏജൻസിയിലൂടെ അതിനുവേണ്ട കാര്യങ്ങളൊക്കെ ക്രമീകരിച്ചൊക്കെ ചെയ്തത് പരിശുദ്ധം എനിക്ക് വേണ്ടിയിട്ട് നല്ല കാര്യങ്ങൾ മാറ്റിവെച്ച് ചെയ്തു തന്നുള്ളൊരു ഉറച്ച വിശ്വാസം തന്നെയാണ് നമുക്ക് മുമ്പിൽ സാക്ഷ്യമായിട്ട് പറയുക ചെയ്യുന്നത്. അതോടൊപ്പം തന്നെയാണെങ്കിലും ഈ അമ്മയുടെ രോഗസൗഖ്യമാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കി തരുന്നത് നിറച്ച വസ്തുക്കളുടെ ഉപയോഗത്തിലൂടെയുള്ള ഉറച്ച വിശ്വാസവും പ്രാർത്ഥന തന്നെയാണ് ഈ കുടുംബത്തെ പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ സാക്ഷിയായിട്ട് അൾത്താരയ്ക്ക് മുമ്പിൽ ഉയർത്തുകയും ചെയ്യുന്നത്. ഇനി മുമ്പോട്ടുള്ള യാത്രയിൽ ഉടമ്പടിയോട് ചേർന്നുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ സാക്ഷികളായിട്ട് ഇനി ഈ കുടുംബത്തെ അനുഗ്രഹിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഒപ്പം നമ്മൾ ഓരോരുത്തരെയും പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളായിട്ട് മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.